ഫ്രണ്ട്സ്, നമ്മളിന്ന് മുട്ട വെച്ചിട്ട് ബ്രെഡ് ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ ബ്രെഡ് മക്കളെ പൂത്തുകൊണ്ടോ. അപ്പം നമ്മളെ പിന്നെ മുട്ടയും പിന്നെ കലക്കി അതിൽ കുറച്ച് പഞ്ചസാരയും കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് വെച്ചായിരുന്നു. അപ്പം എൻ്റെ പൊന്നു മക്കളെ, അപ്പം ബ്രെഡ് എടുത്ത് നോക്കുമ്പോൾ ബ്രെഡ് പൊരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ വെയിലാറിയിട്ട ചായ കുടിക്കുന്നത്. 4 മണി ചായ ഇപ്പോൾ വൈകുന്നേരത്താണ് കുടിക്കണതേ. അപ്പം നമ്മൾ അതുകൊണ്ട് ബോൾസ് കുറച്ച് അരിപ്പൊടി ഇട്ടിട്ട് ബോൾസ് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ അത് കുറച്ച് പൊടി ഇട്ടിട്ട് അപ്പോൾ നീ ബോൾസൊന്നും എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്യുക. നല്ല ടേസ്റ്റ് ഉണ്ടാവും. എൻ്റെ കൂട്ടുകാരിയാണ് ഉണ്ടാക്കല്ലോ, അവൾ വാട്ടിയിട്ടാണ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ കുറച്ച് എണ്ണ മതി കേട്ടോ, ശാല ഫ്രൈ ആണ്. സ്വില്ലറോ ഇപ്പോൾ ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ ഓയിലിലാണ് ഫ്രൈ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ടാവും, നല്ല ബോൾസാണ്. അപ്പം നിങ്ങൾക്കൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഞാനൊന്ന് കാണിക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് പിന്നെ ഓംലേറ്റ് പിന്നെ ഷുഗറൊക്കെ ഇട്ടതല്ലേ, അപ്പോൾ പിന്നെ നമ്മൾ എന്താ ചെയ്യുക, പിന്നെ പഴം ഉണ്ടെങ്കിൽ എന്താണ് ഒരു പാൻ കേക്കേലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതൊന്നും പറ്റില്ല. അപ്പോൾ ബോൾസ് ഉണ്ടാക്കുക, നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആയിക്കോട്ടെ. അധികം എണ്ണ ഒന്നും വേണ്ട, നല്ല ചെറിയ ബോൾസ് ആയതുകൊണ്ട് തന്നെ തിരിച്ചും മറിച്ചിട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ചായ ഇതാ റെഡി ആയിക്കോണം മക്കളെ. ഇതാ കട്ടയിൽ പാൽ ചായ കേട്ടോ, കട്ടൻ ചായ അല്ല. കട്ടൻ ചായ എനിക്ക് പറ്റില്ല, പാലിൻ്റെ നിറം മാറിയാലും വേണ്ടില്ല. കട്ടൻ ചായ എനിക്ക് കുടിക്കാൻ കഴിയില്ല. എന്താണെന്ന് വെച്ചാൽ അത് കുടിക്കാറായിട്ട് എനിക്ക് വയ്യ. അത് സ്ട്രോങ് പാല് നല്ല കൂടുതൽ വേണ്ട. കട്ടൻ ചായയുടെ കളറൊന്നും ആയത് നല്ല ഗോൾഡൻ ബ്രൗൺ ആണ് കേട്ടോ, എങ്കിലുള്ള അതിൻ്റെ ടേസ്റ്റും ടെസ്റ്ററൊക്കെ ഒന്ന് കിട്ടുള്ളൂ നമുക്ക്. അപ്പോൾ പോളിസും കുട്ടന്മാരൊക്കെ ഗോൾഡൻ ബ്രൗൺ കളറായി ചേഞ്ചൊക്കെ മാറി വന്നിക്കണം കേട്ടോ. അപ്പോൾ മക്കളെ, നിങ്ങൾ മുട്ട ഉണ്ടാവും വീട്ടിൽ, അരിപ്പൊടി ഉണ്ട്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഞാനത് ആദ്യമായിട്ട് ട്രൈ ചെയ്യാം കേട്ടോ. കാണാൻ നല്ല രസമുണ്ടല്ലേ, കണ്ടാലെന്താ തോന്നുന്നു നിങ്ങൾക്ക്? പണ്ടത്തെ നമ്മൾ കടല മിഠായി ഉണ്ടെന്നില്ലേ, നമ്മളെ പല കളറ് വൈറ്റും റോസൊക്കെ, അതിൻ്റെ ഒരു ലുക്കിലെ കാണാണ്ടല്ലോ. ഇനി ഓരോ ബോൾസും ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ തിരിച്ചും മരിച്ചും ഫ്രൈ ചെയ്യുക അതിനെ. അപ്പോൾ ഒന്ന് ട്രൈ, നമുക്കൊന്ന് കഴിച്ച് നോക്കിയാലോ എന്താ അതിൻ്റെ ടേസ്റ്റ് അറിയാൻ. ഭയങ്കര ചൂടാ മക്കളെ, പുള്ളുണ്ട്. കേക്ക് തിന്നുമ്പോൾ ടെസ്റ്ററാട്ടോ, നല്ല ക്രിസ്പി ആയിക്കണം കേട്ടോ, ഉള്ളു നല്ല സോഫ്റ്റും. നല്ല ടേസ്റ്റ് ഉണ്ട്, എല്ലാവരും ട്രൈ ചെയ്ത് കൊണ്ടു. മുട്ട ബോൾസ് 3 ചേരുവകൾ മാത്രമേ ഉള്ളൂ. മുട്ട, പഞ്ചസാര, 4 ചേരുവുണ്ട്, അരിപ്പൊടി, പിന്നെ ഉപ്പ്, പിന്നെ എണ്ണ, 5 ചേരുവുണ്ടല്ലേ. സോറി മക്കളെ. അടിപൊളിയാണ്, തിന്നാലും പിഞ്ഞ് തിന്നാൻ കഴിയും, അത്രക്കും രസമാണ്. ചട്ടി ഇങ്ങനെ തെരിയുണ്ട്. വെന്തിട്ട് പൊട്ടിക്കണത് നല്ല വര വീണിക്കണത് അതിൻ്റെ കാര്യം. കേക്ക് വെട്ട് കേക്ക് ഉണ്ടാക്കിയ മാതിരി പൊട്ടുക. അപ്പം നാച്ചുറലായിട്ട് നമ്മളെ വീട്ടിൽ തന്നെ കടി ഉണ്ടാക്കാം, കടയിൽ നിന്നും പൊടിച്ച് കഴിക്കണ്ട.
അപ്പോൾ ലാസ്റ്റ് ആയി. നിങ്ങളെല്ലാവരും കണ്ടല്ലോ, കാണാൻ നല്ല മുഞ്ചുള്ള ബോൾസല്ലേ. നമ്മൾ ഇനി ചായ കുടിക്കണ കാണണം. അപ്പം നമ്മൾ ചായ കുടിക്കുക മക്കളെ. നമ്മളെ ഉണ്ടപ്പൊരീസ് ഇതാ പാത്രത്തേക്ക് ഇടുക. ഒരു സ്നാക്കാണ് മക്കളെ. അരിപ്പൊടിയും മുട്ടയും ഉണ്ടെങ്കിൽ സ്നാക്ക് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. നല്ല ഉള്ളു സോഫ്റ്റാണ്. ഇതുപോലെ ഒരു വെട്ട് കേക്കിൻ്റെ ഒരു ടേസ്റ്റാണ് വരുന്നത്.
ഇതൊക്കെയാ മക്കളെ വേറെ വിശേഷം. ഇപ്പം എല്ലാ സുഖമല്ലേ എന്ന് വിചാരിക്കുന്നു. നമ്മളെ പെട്രോൾ ബങ്ക് അങ്ങനതാ അവിടെ വേഗം കണ്ണും കൊണ്ടൊക്കെ വെച്ചിട്ടോ. മാലകളൊക്കെ തൂക്കിച്ചിട്ടുണ്ടോ? രസമുണ്ടാക്കണേ. കാശിമാല. ഇത് അറബിമാല. കില്ലെന്നും ഞാനല്ലേ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, സീ യു. അസ്സലാമു അലൈക്കും. പല മോഡൽ മാലകളുണ്ട്. കാണാനല്ലോ ഇങ്ങനെ ഈ മാല കണ്ടത് അറബി മോഡൽ മാല ഇല്ലെന്ന് നീര് ഒക്കെ ഈ 10 റുപ്യ കടയിൽ നിന്ന് വരെ കൊടുത്ത് മേടിച്ചു. എന്നാൽ പിന്നെ എവിടെയും കൊട്ടിപ്പോയി അയിമഴ ഇങ്ങനെ എടുത്തിട്ടാൽ മതിയല്ലോ. അതിൽ അൽമറയിൽ വെച്ചത് അൽമറ ചുമരുമ്പളത് പഴയ അൽമറയാണ്. അതാണ് അപ്പോൾ ഫാന് അവിടെയൊക്കെ കിടക്കുക. കൊതുകുണ്ട്, 6 മണിയായ കൊതുക. 2 കൊട്ട മക്കളെ ഉള്ളു നിറഞ്ഞു. കുഞ്ഞൊരു കട്ടിയും കൂടെ വേണ്ടിയിരുന്നു. അപ്പം നമ്മളെ വീട് ബെഡ്റൂമാണിത്. ബാഗൊക്കെ ഉണ്ട്, ബാഗ് കറക്കണം. എന്നാൽ ബൈ. ഓക്കേ.